മഹാനടൻ മധുവിനെക്കുറിച്ചുള്ള ഒരു വാർത്ത കേട്ട് ഞാൻ ഒരുപാട് അത്ഭുതപ്പെട്ടു. വലിയ വലിയ മനുഷ്യരെ ചെറിയ ചെറിയ മനുഷ്യർ എത്ര നിസ്സാരമായിട്ടാണ് പറ്റിക്കുന്നത്. 70 വയസ്സ് വരെ ജീവിക്കുകയുള്ളൂ എന്നാണ് ജ്യോത്സ്യൻ മധുവിനോട് പറഞ്ഞത്. മധു അത് വിശ്വസിച്ച് കയ്യിലുള്ള കാശ് കൊണ്ട് 70 വയസ്സ് വരെ ജീവിതം അടിച്ചു പൊളിച്ച് ജീവിച്ചു, സമ്പത്ത് മുഴുവനും ചെലവാക്കി. ഇന്നിപ്പോൾ മധുവിന് 90 വയസ്സായി. മധു പറയുന്ന സങ്കടം, ജ്യോത്സ്യൻ പറഞ്ഞത് കേട്ട് ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടാക്കിയ എല്ലാം നശിപ്പിച്ചു, ഇന്ന് എനിക്ക് ഭക്ഷണം കഴിക്കുവാൻ പോലും കാശില്ല എന്നാണ്. ജ്യോത്സ്യനും കണിയാനും തങ്ങളും ബീവിയും പറഞ്ഞത് വിശ്വസിച്ച് എത്ര ആളുകളാണ് കബളിപ്പിക്കപ്പെടുന്നത്, എന്തെല്ലാമാണ് നമുക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവർക്കൊന്നും ഈ പ്രപഞ്ച സൃഷ്ടാവായ നാഥൻ പറഞ്ഞതിൽ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആരായിരുന്നാലും ജീവിതത്തിൻ്റെ അടുത്ത വളവിൽ എന്താണുള്ളത് എന്ന് പ്രവചിക്കുവാൻ സാധിക്കുകയില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു വാക്യമുണ്ട്, ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്. ഈ ഭൂമി ലോകത്ത് ഒരാൾക്കും മറഞ്ഞ കാര്യം അറിയുകയില്ല, ഭാവി കാര്യങ്ങൾ അറിയുകയില്ല. അത് അറിയുക പ്രപഞ്ച സൃഷ്ടാവായ നാഥന് മാത്രമാണ്. പക്ഷേ ഓരോരുത്തരും അവരവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഓരോന്ന് പറഞ്ഞു പറ്റിക്കുമ്പോൾ വിദ്യാഭ്യാസമുള്ള, യോഗ്യതയുള്ള, പ്രശസ്തിയുള്ള ആളുകൾ പോലും എത്ര നിസ്സാരമായിട്ടാണ് പറ്റിക്കപ്പെടുന്നത്. ആൾദൈവങ്ങളും കണിയാരും ജ്യോത്സ്യരും പറയുന്നത് വിശ്വസിക്കാതെ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ നാഥൻ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിൽ അഭയം തേടിക്കൊണ്ട് നാഥൻ നൽകിയിരിക്കുന്ന ജീവിതത്തെ ഏറ്റവും പോസിറ്റീവായിട്ട് ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി നാം ശ്രമിച്ചാൽ ഒരിക്കലും ഇത്തരം ചതിയിൽ ചെന്ന് വീഴുകയില്ല, ചെറിയവനായാലും വലിയവനായാലും.